വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട വെച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുണ്ട്. ഈ കൊല്ലത്തെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ടും തിരുവനന്തപുരത്തെ ചാക്കയില കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ടും ഒരു ദൃശ്യം പോലും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയിൽ വന്നില്ലല്ലോ. അതെന്താ? ക്യാമറ ആളുകളുടെ പോക്കറ്റിലേക്ക് മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? അന്ന് അതല്ലല്ലോ പറഞ്ഞത്. ഇവിടെ നടക്കുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയും, ട്രാഫിക് ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ക്രിമിനൽ ആക്ടിവിറ്റിയും ക്രിമിനൽസിന്റെ മൂവ്മെന്റും ഒക്കെ ഇത് പിടിച്ചു കളയുന്നതല്ല. ഈ 2 കൊച്ചുങ്ങളെ തട്ടിക്കൊണ്ടുപോയിട്ടും കിട്ടിയില്ലല്ലോ. പോലീസ് അന്വേഷിക്കട്ടെ. നമ്മളിപ്പോ രണ്ടാമത്തെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത് എന്ത് കാരണത്തില്ല? ആളുകൾക്ക് കൊച്ചിനെ തിരിച്ചു കിട്ടിയത് ഏറ്റവും വലിയ സന്തോഷം അല്ലേ? വലിയ സന്തോഷം. എന്തിനാണ് കൊണ്ടുപോയത് ഈ പിഞ്ചു കുഞ്ഞിനെ, എന്തുദ്ദേശത്തിലാണ് കൊണ്ടുപോയത് എന്നൊക്കെ അറിയാനുള്ളൊരു ഉത്കണ്ഠ കേരളത്തിലുണ്ട്. കേരളത്തിലെ മാതാപിതാക്കൾക്കൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി, ഒരു അരക്ഷിതത്വം വല്ലാതെ വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഒരിക്കലും നമുക്ക് പരിചിതമല്ലാത്ത കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അന്വേഷിക്കട്ടെ പോലീസ്. അല്ല, അത് ഡിവൈഎഫ്ഐ നേതാക്കളാണ് എസ് ഐയുടെ കരണക്കുറ്റിക്കിട്ട് അടിച്ച് കർണകുടം പൊട്ടിച്ചത്. നിങ്ങൾ ചാലക്കുടിയിലെ പോലീസ് ജീപ്പിന്റെ മീതെ കയറിയിരുന്നു നിന്ന് മുദ്രാവാക്യം വിളിച്ചു. എന്നിട്ട് എസ് ഐയെ പേപ്പറ്റിയെ പോലെ വഴിയിലിട്ട് തല്ലിക്കൊല്ലുമെന്ന് ഡിവൈഎഫ്ഐ നേതാവ് പ്രസംഗിച്ചു. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോലീസ് ജീപ്പിൽ നിന്ന് ആ ഡിവൈഎഫ്ഐക്കാരനെ പിടിച്ചുകൊണ്ടുപോയി. ഒരു കേസുമില്ല, അയാളവിടെ കൂളായിട്ട് നടക്കുകയാണ്. മനസ്സിലായി? അപ്പൊ പാർട്ടിക്കാർക്ക് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവസരവും ഈ പിണറായി ഭരണകാലത്ത് ചെയ്തു കൊടുക്കുക. ക്രിമിനലുകളെ പോലെയാണ് പെരുമാറുന്നത്. നവകേരള സദസ്സിന്റെ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ആക്രമിക്കാൻ ഈ ക്രിമിനലുകളെയാണ് പിണറായി വിജയൻ പറഞ്ഞു വിട്ടത്. അവർക്കാണ് മുഖ്യമന്ത്രി പ്രോത്സാഹനം കൊടുത്തത്. രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് ഈ അക്രമ പ്രവർത്തനങ്ങൾ ഇനിയും തുടരണം എന്ന് കലാപത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത്. ആ മുഖ്യമന്ത്രി കൊടുക്കുന്ന സംരക്ഷണമാണ്. മുഖ്യമന്ത്രിക്ക് നാണമുണ്ട്. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ലേ. അദ്ദേഹത്തിന്റെ കീഴിലുള്ളൊരു പോലീസുകാരന്റെ കരണക്കുറ്റിയല്ലേ ഇവർ അടിച്ചു പൊളിച്ചത്. എന്നിട്ട് നടപടി എടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഒരു SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു സമരത്തില് ബാരിക്കേഡിന്റെ മുകളിൽ കയറി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി, നിനക്ക് കക്കൂസ് കഴുകാൻ പോകാൻ പാടില്ലടാ എന്ന് ചോദിച്ചു. അവനെ ചേർത്ത് പിടിച്ചിട്ടാണ് DYSP കൊണ്ടുപോയത്. മോനെ, നീ വിഷമിക്കല്ലേ, ഞാനല്ലേ വിളിക്കുന്നത്, നീ ഒന്ന് വാടാ, ഒരു പാൽക്കുപ്പിയും കൂടി കൊടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെയാണല്ലോ ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളുടെ കുട്ടികളോട് ചെയ്തതാ. പോലീസ് കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഞങ്ങളുടെ പെൺകുട്ടികളുടെ മുടിയിൽ ചവിട്ടി നിന്നു. അവരുടെ മൂക്കിന്റെ പാലം ഒടിച്ചു, കൈ ഒടിച്ചു, കഴുത്തിന്റെ സെർവിക്കൽ തകരാറ് വരുന്ന രീതിയിൽ ലാത്തി അടി നടത്തി. പോലീസ് ഇരട്ടത്താപ്പ. CPM, DYFI, SFI ക്രിമിനലുകളെ താരാട്ട് പാടി കൊണ്ടു നടക്കാണ് പോലീസ്. അതിനെ കിട്ടുന്നുണ്ട് പോലീസിന്. അപമാനാർഗ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ഇത് അപമാനമല്ലേ? അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പിലുള്ള പോലീസുകാരോടല്ലേ ഇവരിത് ചെയ്യുന്നത്? അരിഞ്ഞാടാൻ വിട്ടിരിക്കുക ഇവരെ.